ആത്മാവിന് സംസാരം കേൾക്കാമോ, ആത്മാവിനെ കാണാമോ? ദിസ് ഈസ് സംതിങ് പെർപ്ലക്സിങ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്കിളിൻ്റെ ഈ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് മരണസമയത്ത് ഇങ്ങനെ ആത്മാവ് പുറത്തോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണത്തിൽ പറയുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുമ്പോൾ ഏതാണ്ട് 1 ഗ്രാം വെയിറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. അത് വായു പുറത്തു പോകുന്നതാണോ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഈ സാധനം ഉണ്ടല്ലോ, ഈ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഇപ്പം കണ്ടുപിടിക്കാത്ത കുറേ സാധനങ്ങൾ, ഏത് ഈ വായു പുറത്ത് പോകുന്നുണ്ടോ, എയർ പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ള, എന്താണ് പോകുന്നതെന്നുള്ളത്, ഇതൊന്നും നമുക്കൊന്ന് തപ്പണ്ടേ? ഇതൊന്നും അന്വേഷിക്കണ്ടേ? ഇയാൾ പറഞ്ഞു തന്നെ നമുക്ക് ചോദിക്കാം. When people die, does the body lose some grams of weight? 21 gram experiment എന്നാണ് അതിന് പറയുന്നത്. The idea that the human body loses a small amount of weight at the moment of death is often linked to the 21 grams experiment conducted by Dr. Duncan McDougall. ഏത് വർഷമാണ്? In 1907. ഇതാണ് ഈ അലക്സാണ്ടർ ജേക്കബിൻ്റെ അറിവ് മൊത്തം കാലഹരണപ്പെട്ടു പോയ, പുറന്തള്ളപ്പെട്ട, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ ആരും ഗവനിക്കാത്ത കുറേ പഴയ മൂഞ്ചി പണ്ടാരം അടങ്ങിയ സയൻസാണ്. ഇതിനെ സയൻസ് എന്ന് പോലും പറയാൻ പറ്റില്ല, ഇതൊരു എക്സ്പെരിമെൻ്റാണ്. ഹി മെഷർഡ് ദ വെയ്റ്റ് ഓഫ് 6 ഡൈയിങ് പേഷ്യൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെത്ത്. അത് മരിക്കുന്നതിന് തൊട്ട് മുമ്പും പിൻപും 6 പേഷ്യൻസിൻ്റെ സാമ്പിൾ സൈസും കൂടി ഒന്ന് ആലോചിക്കണം. 6 പേഷ്യൻസിൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ 21 ഗ്രാം, not 22, not 20, but 21 grams, which he speculated might be the weight of the soul. ആത്മാവിൻ്റെ ഭാരം 21 ഗ്രാം ആണെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. However, his experiment had significant flaws. എന്താണ് ആ ഫ്ലോസ്? ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ സാമ്പിൾ സൈസ്, വളരെ ചുരുങ്ങിയ ഒരു സാമ്പിൾ സൈസ്, ചെറിയ 6 പേരെ വെച്ചിട്ടൊരു പരീക്ഷണം എന്ന് പറയുന്നത് പറ്റില്ല. ഇൻകൺസിസ്റ്റൻറ്റ് മെഷർമെൻറ്റ്സ്, ഈ മെഷർമെൻറ്റ്സ് കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ആൻഡ് ലാക്ക് ഓഫ് കൺട്രോൾ ഫോർ ഫാക്ടേഴ്സ് ലൈക്ക് എയർ ഇൻ ദ ലങ്സ് ആൻഡ് ബോഡിലി ഫ്ലൂയിഡ്സ്. മോഡേൺ സയൻസ് ഫൈൻഡ്സ് നോ കൺസിസ്റ്റൻ്റ്. ആധുനിക ശാസ്ത്രം യാതൊരുവിധ കൺസിസ്റ്റൻസിയും, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റബിൾ. Consistent evidence that the body loses a specific amount of weight at death due to the departing of soul. ആത്മാവ്, in quotes, ആത്മാവ് ശരീരം വിടുന്നതിൽ എന്തെങ്കിലും വെയിറ്റ് നഷ്ടപ്പെടുന്നതായിട്ട് ഇന്നേ വരെ ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. Weight changes post death can occur due to natural processes. സ്വാഭാവികമായിട്ട് ശാരീരികമായ ചില പ്രക്രിയകളുടെ ഭാഗമായിട്ട് ഭാരം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈക്ക് ദ റിലീസ് ഓഫ് എയർ ഫ്രം ദ ലങ്സ്. നമ്മുടെ ലങ്സിൽ നിന്നും എയർ കുറയുന്നത് കൊണ്ട്, എയറിന് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് വിമാനത്തിൽ എയർ കംപ്രഷൻ കുറച്ചിട്ടാണ് വിമാനം ഈ 30,000 അടി, 20,000, 25,000 അടിയിലൊക്കെ പറക്കുന്നത്. ബിക്കോസ് യു ആർ ക്യാരിങ് മോർ എയർ, മോർ വെയിറ്റ്. ബോൾ ഇൻഫ്ലേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഭാരവും ഒരു ഫുട്ബോൾ ഇൻഫ്ലേറ്റ് ചെയ്തതിന് മുൻപുള്ള ഭാരവും നിങ്ങളൊരു വെയിങ് മെഷീൻ എടുത്ത് വെച്ച് അളന്നാൽ നിങ്ങൾക്കറിയാൻ കഴിയും എത്ര ഗ്രാംസ് ഓഫ് എയർ ഇസ് ഇൻ ദി ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, വോളിബോൾ, ഇതെല്ലാം നിങ്ങൾക്ക് അളന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ ലങ്സ് ഉണ്ട്, നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മരണശേഷം അത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ like the release of air from lungs, loss of muscle tension or evaporation of moisture, but these are typically small variables and not instantaneous. അത് പെട്ടെന്ന് നടക്കുന്നതല്ല, കുറച്ച് സമയത്തിന് ശേഷം നടക്കുന്നതാണ്. No rigorous replicated studies confirm a measurable weight loss tied to death itself. മരണത്തിന് ശേഷം വെയിറ്റ് കുറയുന്നതായിട്ട് യാതൊരുവിധ ഇതുപോലുള്ള പരീക്ഷണങ്ങളല്ലാതെ ഒന്നും നമുക്ക് ഇതുവരെ തെളിഞ്ഞ് കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് മുൻപ് സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ക്ലോസ്ഡ് സിസ്റ്റം ടെറേറിയംസ്, സീൽഡ് ടെറേറിയംസിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ മരണം സംഭവിക്കുന്നു, ജനനമുണ്ടാകുന്നു, മരണമുണ്ടാകുന്നു, പല ഇൻസെക്റ്റുകളും ചത്തിട്ട് അത് തിരിച്ച് വീണ്ടും
അതിൻ്റെ മുട്ടയിൽ നിന്നും വേറെ മുട്ടകളിൽ നിന്നും അത് വിരിയുന്നു, ഭക്ഷിക്കുന്നു. അവിടെ ഓക്സിജൻ, നൈട്രജൻ കാർബൺ സൈക്കിൾ ഇതെല്ലാം ആ സീൽഡ് അക്വേറിയത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണത് സസ്റ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ്സ് എ സസ്റ്റൈനബിൾ ക്ലോസ് സിസ്റ്റം. നമ്മുടെ ഭൂമി പോലത്തെ ഒരു സസ്റ്റൈനബിൾ ക്ലോസ് സിസ്റ്റമാണ്. ഭൂമിയും ഒരു ക്ലോസ് സിസ്റ്റമാണ്. അതേസമയം പുറമേ നിന്നുള്ള ആകെ കിട്ടുന്നത് ഊർജം മാത്രമാണ്, സൗര ഊർജം അതിൽ പുറമേയിൽ നിന്നും അതിന് ലഭിക്കുന്നു. അതനുസരിച്ച് ആ എനർജി യൂസ് ചെയ്ത് മാറ്ററിനെ അത് റീകമ്പൈൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പല ഗ്യാസുകളായിട്ടും പല മെറ്റീരിയൽസായിട്ടും കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഞാനത് നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ്. അതായത് ഏകദേശം 5 വർഷത്തോളം എനിക്ക് തോന്നുന്നു ലോങ്ങസ്റ്റ് സർവൈവിങ് ഞാൻ അവിടുന്ന് വരുന്നത് വരെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാനത് ദാനം ചെയ്യുകയാണ് ചെയ്തത്. ക്ലോസ്ഡ് സിസ്റ്റം, ഇക്കോ സിസ്റ്റം സീൽ ചെയ്ത, എനിക്ക് തോന്നുന്നു 1 2 3 4 5 6 എണ്ണം ഉണ്ടായിരുന്നു എൻ്റെ കളക്ഷനിൽ. 6 ക്ലോസ്ഡ് ടെറേറിയംസ്, ചെറുതും വലുതായിട്ട്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ സൈസിലുള്ളതും ഏറ്റവും വലുത് ഏകദേശം ഒരു 70 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു ഗ്ലാസ് സിലിണ്ടറായിരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളുടെ കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് ആത്മാവ് ഇതുപോലുള്ള സാധനങ്ങളൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനും കൂടിയാണ് അത് നമ്മൾ ചെയ്യുന്നത്. എവറിത്തിങ് ഈസ് എ ക്ലോസ് സിസ്റ്റം. ലൈഫ് ക്യാൻ സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. അതിനാവശ്യമുള്ള പദാർത്ഥങ്ങൾ അവിടെ ലഭ്യമാണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ക്ലോസ്ഡ് ടെറേറിയംസ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് വാട്ട് ആർ ക്ലോസ്ഡ് ടെറേറിയംസ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കിരൺ കണ്ണനാണ് ഈ ക്ലോസ്ഡ് ടെറേറിയംസിനെ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. അയാളുടെ വീട് മൊത്തം ക്ലോസ്ഡ് ടെറേറിയംസാണ്. പല പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ ന്യൂസ് ചാനൽസിലൊക്കെ കിരൺ കണ്ണനെക്കുറിച്ച് ഡോക്യുമെൻ്ററീസ് വരെ വന്നിട്ടുണ്ട്. സോ ദാറ്റ് പ്രൂവ്സ് സംതിങ്. അതിൻ്റെ ഭംഗി മാറ്റി വെച്ചാലും അതിൻ്റെ സയൻസ് നമ്മൾ പഠിക്കണം. ആ സയൻസ് പഠിക്കുമ്പോഴാണ് ഈ എക്സ്പെരിമെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതൊരു ജീവി മരണപ്പെട്ടാൽ അതിൽ നിന്ന് ആത്മാവ് എങ്ങോട്ടും പോകുന്നില്ല. അങ്ങ് ആത്മാവെന്ന് പറഞ്ഞൊരു സംഭവമില്ല, ആത്മാവില്ല. അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് മെറ്റബോളിസമാണ്. ആ മെറ്റബോളിക് പ്രോസസ്സ് നിലയ്ക്കുമ്പോൾ മരണം സംഭവിക്കുന്നു. ഇത്ര സിമ്പിളാണ് ജീവൻ എന്ന് പറയുന്നത്. അത്ര കോംപ്ലക്സ് ഒന്നും അല്ല. അതിനെ കോംപ്ലക്സ് ആക്കുകയാണ്. അജ്ഞത കൊണ്ട് മൂടി അതിനൊരു കവചം ഉണ്ടാക്കി അതിനെ അറിവില്ലായ്മയുടെ ഒരു ഭണ്ഡാരമാണ് നമ്മളിപ്പോൾ നേരത്തെ കേട്ടത്.